And my relationship with the people of Wayanad is a loving and affectionate relationship. എനിക്ക് വയനാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ബന്ധം സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ ഒരു ബന്ധമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It's like you are like my family. നിങ്ങൾ എല്ലാവരും വയനാട്ടിലെ ഓരോരുത്തരും എന്റെ കുടുംബം പോലെയാണ്. So inside in the family there are people who might have different political ideas. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളും ആശയങ്ങളുമുള്ള ആളുകൾ ഉണ്ടാവാം. I am sure there are some people here from the LDF. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ LDF-ൽപ്പെട്ട കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. And many people from the UDF. UDF-ലെ ആളുകളോടൊപ്പം തന്നെ LDF-ൽപ്പെട്ടവരും ഉണ്ടെന്ന് എനിക്കറിയാം. For me, you are all my family members. നിങ്ങൾ എല്ലാവരും, നിങ്ങൾ LDF-കാരായാലും UDF-കാരായാലും, if I meet a LDF person, I might say I don't agree with your ideology. നിങ്ങൾ എല്ലാവരും എന്റെ കുടുംബത്തിലെ ആളുകളാണ്. ഒരുപക്ഷെ ഒരു LDF പ്രവർത്തകന്റെ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് ആശയത്തോട് യോജിക്കുന്നില്ല. And I will discuss why our ideology is better than yours. ഞാൻ ആ ആളിനോട് പറയും, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെക്കാൾ ആശയത്തെക്കാളും എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി ആശയം മെച്ചപ്പെട്ടതാണെന്ന് ഞാൻ ആ വ്യക്തിയോട് പറയും. But that does not mean that I will mistreat you or be rude to you or fight with you. അതിന്റെ അർത്ഥം ഞങ്ങളുടെ ആശയം നിങ്ങളുടെ ആശയത്തെക്കാൾ മെച്ചമാണെന്ന് ആ വ്യക്തിയോട് ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ വ്യക്തിയോട് ഞാൻ ഒരിക്കലും അപമര്യാദയായി പെരുമാറില്ല, ആ വ്യക്തിയോട് മര്യാദ കേടുകൂടായി ഞാൻ പെരുമാറുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. And if I talk to you, I will always talk to you with respect. ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് ബഹുമാനത്തോട് തന്നെ സംസാരിക്കും. Because you are also my family member. കാരണം എല്ലാവരും നിങ്ങളും LDF-ൽപ്പെട്ടവരും UDF-ൽപ്പെട്ടവരെ പോലെ തന്നെ എന്റെ കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടു കൂടി മാത്രം സംസാരിക്കും. So thank you very much once again. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. I look forward to seeing you again soon. നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണുന്നതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. Also all the UDF workers who are working really hard in the election, all the UDF leaders, I'd like to thank you very much. ഈ ഇലക്ഷന് തെരഞ്ഞെടുപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ UDF-ന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും എന്റെ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Nandri. നന്ദി. नमस्कार, मैं हूं मानक गुप्ता. अगर आपको हमारा ये वीडियो पसंद आया हो तो इसे लाइक और शेयर जरूर करें और हाँ, हमें सब्सक्राइब और फॉलो करना ना भूलें ताकि आप देश और दुनिया की कोई खबर मिस ना करें. तो जुड़े रहिए हमारे साथ और देखते रहिए News 24.